ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബ്രസയാണ്. നോർമൽ ബ്രസ അല്ല, ഇത് CNG വേർഷനിലുള്ള ബ്രസയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി മാരുതിയുടെ കുറേ CNG വാഹനങ്ങൾ ചെയ്തു. അതിന്റെ കൂട്ടത്തിലേക്ക് ഈ ഒരു CNG വണ്ടിയുടെ റിവ്യൂ കൂടി ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേജ് DCBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രസയുടെ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ CNG ഒരു വാഹനം വന്നപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരു ആശയത്തിലാണ് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ എടുക്കുന്നത്. ഇതിന്റെ എഞ്ചിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സെയിം തന്നെയാണ് വരുന്നത്. 1492 cc 4 സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത്. അതിൽ തന്നെ 89 bhp ആണ് ഈ ഒരു പവർ വരുന്നത്. bhp 5500 RPM. ടോർക്ക് നോക്കുവാണെങ്കിൽ 121 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 4300 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. പിന്നെ ഇതിന്റെ CNGയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ CNGന്റെ മൈലേജ് പറയുന്നത് 26 കിലോമീറ്റർ ആണ് ഇതിന്റെ CNG മൈലേജ് വരുന്നത്. പിന്നെ സെക്കൻഡറി ഫ്യൂലായിട്ട് പെട്രോളും വരുന്നുണ്ട്. അതിന് 17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഡുവൽ പ്രൊജക്ടഡ് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള DRL കാണാൻ പറ്റും. മധ്യഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ള ഒരു സിൽവറിന്റെ ഫിനിഷിങ്ങിലുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രോമിയം ഫിനിഷിംഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ബമ്പറിന്റെ ഡിസൈനിങ് ഒക്കെ നല്ല അടിപൊളിയാണ്. നമുക്കറിയാം ഈ ഒരു ബ്രസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ ഈ ഒരു ഇത് ZXi വേർഷനിലുള്ള ഒരു CNG വണ്ടിയാണ്. ഇത് നമുക്ക് ഫോഗിലിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. പിന്നെ സ്കിഡ് പ്ലേറ്റിന്റെ കാര്യങ്ങളൊക്കെ, സ്കിഡ് പ്ലേറ്റിന് ഒരു ഡെമ്മി സ്കിഡ് പ്ലേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇൻഡിക്കേറ്റർ വരുന്നത് ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തത്. പിന്നെ ഉയർന്നു നിൽക്കുന്ന ബോണറ്റ് കാണാൻ പറ്റും. ബോണറ്റിന്റെ മേലൊക്കെ ക്യാരക്ടർ ലൈൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വശങ്ങളിൽ നോക്കുമ്പോൾ ശരിക്കും ഒരു SUVയുടെ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മുൻഭാഗത്ത് ഈ ഒരു ക്ലാഡിങ് ഇങ്ങനെ കയറുന്ന വീൽ ആർസിലേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ചാണ് വീൽ വന്നിരിക്കുന്നത്. പെയിന്റഡ് അലോയ് ആണ് കൊടുത്തിരിക്കുന്നത്. 215/60/16 ആണ് ഇതിന്റെ ഒരു ടയർ സൈസ് വരുന്നത്. പിന്നെ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ സസ്പെൻഷൻ മെക്ഫേഴ്സൺ സ്റ്റെട്ടും അതുപോലെ തന്നെ ഡിസ്ക് വരുവാണെങ്കിൽ വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് മുൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നേരെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ 198 mm ആണ് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിറർ നോക്കുവാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള OVRM ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡുവൽ ടോൺ ആണ്, അതുകൊണ്ട് ഇതിന്റെ പില്ലറും B പില്ലർ അതുപോലെ തന്നെ C പില്ലറും ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഡോർ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ ബോഡി കളറിലായിട്ടുള്ള 2 ഡോർ ഹാൻഡും വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഒരു വശത്തും കീലെസ് എൻട്രിയുടെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കവർ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തും വീൽ ആർച്ച് നല്ല രീതിയിൽ ഇതായി കൊടുത്തിട്ടുണ്ട്. അതായത് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ടിഷ്യൂമാണ് സസ്പെൻഷൻ വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് വരുവാണെങ്കിൽ ഡ്രം ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഫംഗ്ഷനലി സ്ട്രോങ് ആണ്, നല്ല ഫംഗ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂഫ് റെയിലാണ്. പിന്നെ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാൻ പറ്റും. പിന്നെ ടോപ്പിൽ ചെറിയൊരു സിംഗിൾ പെയിൻ ആയിട്ടുള്ള ഒരു സൺറൂഫും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഉള്ളിൽ കയറിയതിനു ശേഷം കാണിച്ചു തരാം. അപ്പൊ ഇത്രയാണ് ഇതിന്റെ വശത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ടോപ്പ് മൗണ്ട് ആയിട്ടുള്ള ഒരു ഷാർഫിന്റെ ആൻറ്റിന കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സൺറൂഫ് വരുന്നുണ്ട്. സിംഗിൾ പെയിൻ ആയിട്ടുള്ള ചെറിയ സൺറൂഫ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഇത് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സ്പോയിലറിന്റെ മേലെയാണ് ബ്രേക്ക് ലാമ്പും അതുപോലെ തന്നെ വാഷറും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. താഴേക്ക് നോക്കുവാണെങ്കിൽ CNGന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡിഫോഗർ ലൈൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ വൈപ്പേഴ്സ് കാണാൻ പറ്റും. പിന്നെ സുസുക്കിന്റെ ബാഡ്ജിങ്ങും ബ്രസേന്റെ ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ആയിട്ട് ടൈൽ ലാംപ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഫുൾ ബമ്പേഴ്സ് ഒരു ബ്ലാക്കിന്റെ ഒരു ഫിനിഷിംഗിൽ വന്നിട്ടുണ്ട്. 4 റിവേഴ്സ് സെൻസേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 2 റിഫ്ലക്ടറും കാണാൻ പറ്റും. താഴേക്ക് സ്കിഡ് പ്ലേറ്റ്, അതായത് ഡമ്മി ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റിന്റെ പോർഷനും കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഡിക്കി നോക്കുവാണെങ്കിൽ 328 ലിറ്റർ ആണ് ഇതിന്റെ ഡിക്കി സ്പേസ് വരുന്നത്. ഒരു പാർസൽ ട്രേ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ CNGന്റെ ടാങ്ക് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ആവുന്ന രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടാങ്ക് പറയുകയാണെങ്കിൽ 55 ലിറ്റർ ആണ് CNGന്റെ ടാങ്ക് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി ഫ്യൂലായ പെട്രോളിന്റെ ടാങ്ക് വരുന്നത് 48 ലിറ്റർ ആണ് ഇതിന്റെ ഒരു പെട്രോളിന്റെ കപ്പാസിറ്റി വരുന്നത്. മൈലേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ CNG ആണെങ്കിൽ 26 കിലോമീറ്റർ മൈലേജും പെട്രോൾ ആണെങ്കിൽ 17 കിലോമീറ്റർ മൈലേജും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡിക്കിയുടെ കാര്യങ്ങളുള്ളത്. അപ്പൊ നമുക്ക് ഡോർ പാഡ് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ടൂട്ടർ ആണ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ടൂട്ടർ. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് വഹിക്കുന്നത്. ഇവിടെ ഒരു ക്രോമിയം ഫിനിഷിംഗ് കാണാൻ പറ്റും. ലോക്കിന്റെ മേലെ ഒരു ഓറഞ്ച് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഫോൾഡിങ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോ ലോക്ക് അൺലോക്ക്, പിന്നെ 4 പവർ വിൻഡോന്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരു ഗാർണിഷ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലോത്തിന്റെ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കുവാണെങ്കിൽ ഒരു കപ്പ് ഹോൾഡറും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഡോറിന്റെ കാര്യങ്ങൾ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള ഡോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ
മാനുവലായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. അത് നല്ലൊരു ഫംഗ്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റിന്റെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. ആ നേരത്തെ നമ്മൾ ഡോറിൽ കണ്ട രീതിയിലുള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇനി ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതാ പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ, CNG ടു പെട്രോൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. ബോണറ്റ് ഓപ്പൺ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവലിന്റെ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്യൂവലിന്റെ ഓപ്ഷൻ വരുന്നത്. ഇത് സെക്കൻഡറി ഫ്യൂവലായ പെട്രോൾ 48 ലിറ്റർ. അതുപോലെ തന്നെ CNGന്റെ ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. CNGന്റെ ഇത് വരുന്നത് 55 ലിറ്ററാണ് CNGന്റെ ഓപ്ഷൻ കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. CNGന്റെ ബാഡ്ജിങ് കാര്യങ്ങൾ, പിന്നെ ഈ പെട്രോൾ E20ന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഫ്യൂവൽ ലിഡിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടീന്റെ ഉള്ളിലാണ് ഉള്ളത്. ഇനി ഡോറിന്റെ ഒരു ക്വാളിറ്റി ഞാൻ കപ്പിച്ചു, അതായത് അടക്കമുള്ള ക്വാളിറ്റി. ഫുള്ള് സൗണ്ട് പ്രൂഫിങ്. ഡോർ അടച്ചു കഴിയുമ്പോൾ പുറത്തുള്ള എല്ലാ സൗണ്ടും കട്ടാവുന്നുണ്ട്. നല്ലൊരു ഈ ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടും പാക്കിംഗ് നല്ലതായതുകൊണ്ടാണ് ആ ഒരു രീതി കൊടുക്കുന്നത്. പിന്നെ ഈ സ്പീക്കറിന്റെ ഒക്കെ പൊസിഷൻ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ ഒരു സൗണ്ട് കറക്റ്റ് സെന്ററിലേക്ക് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഡോർ പാഡ് കാണിച്ചപ്പോൾ ഒരു ഇതിന്റെ കാര്യം പറയാൻ പറ്റുമോ, സ്പീക്കറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്യൂട്ടർ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിൽ 4 സ്പീക്കറും അതുപോലെ തന്നെ 2 ട്യൂട്ടറും വരുന്ന രീതിയിലാണ് ഇതിന്റെ സൗണ്ട്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർക്കമീസിന്റെ സറൗണ്ട്സും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇതിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു AC വിൻഡോ നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ഗാർണിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇത് ആ ഒരു ടെക്സ്ചർ നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹസാർഡ് ബട്ടണും ഈ ഒരു ഹസാർഡ് ബട്ടൺ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഒക്കെ ഒരു വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കുവാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ കൺട്രോൾസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വോളിയം അപ്പ്, വോളിയം ഡൗൺ, മോഡ്, അതുപോലെ തന്നെ മ്യൂട്ട്, നെക്സ്റ്റ്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിന്റെ കാര്യങ്ങളും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എയർ ബാഗിന്റെ ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റിന്റെ കാര്യത്തിൽ 4 സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരു വണ്ടിയാണിത്. എയർ ബാഗ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്, അങ്ങനെ സേഫ്റ്റിയുടെ കാര്യം ഒരുപാടുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ സ്റ്റിയറിംഗിന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. സ്റ്റിയറിംഗിന് നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഇതിന്റെ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ വൈപ്പേഴ്സിന്റെ കാര്യങ്ങളും കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ മീറ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ കാണാൻ വേണ്ടി നമുക്ക് ഇന്ന് ഓൺ ആക്കാം. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ ഓൺ ആയി വരുന്നത്. ഈ ഒരു സൈഡിൽ RPMന്റെ ഇത് കാണാൻ പറ്റും. സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് വെച്ചാൽ RPMന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡിന്റെ കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 220 വരെയാണ് സ്പീഡ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പെട്രോളിന്റെ ഗേജ്, ഫ്യൂൽ ഗേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CNGന്റെ ഗേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിലിതാ ലെഫ്റ്റ് എയർ ബാഗിന്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ആളിരിക്കുന്നതിന്റെ പൊസിഷൻ കാണിക്കുന്നില്ല, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാതും കാര്യങ്ങളൊക്കെ ഇത് ഇൻക്ലൂഡ് ആക്കണം. പിന്നെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാ ക്ലോക്ക്, മോഷൻ ഫ്രണ്ട്, അതുപോലെ തന്നെ ടോർക്ക്, പവർ, ബ്രേക്ക്, എക്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്ററിന്റെ കാര്യങ്ങൾ. ഇത് ഇനി CNG ഫില്ല് ചെയ്യാനുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്ററിന്റെ കാര്യങ്ങളുള്ളത്. ഇനി നേരെ ഈ ഒരു വശത്തേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ ഡാഷ്ബോർഡൊക്കെ സെറ്റ് ചെയ്ത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ ഒരു പാറ്റേൺ നമുക്ക് അടിപൊളിയായി കാണാൻ പറ്റും. നല്ല രീതിയിലൊരു പാറ്റേൺ, അതുപോലെ തന്നെ കളർ തീമും കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ബ്രഷ്ഡ് അലുമിനത്തിന്റെ ഒരു ഫിനിഷിംഗ് കാണാൻ പറ്റും. പിന്നെ എയർ ബാഗിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 എയർ ബാഗ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി സെന്ററിലേക്ക് നോക്കുവാണെങ്കിൽ 7 ഇഞ്ച് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. അർക്കമീസിന്റെ സറൗണ്ട്സോട് കൂടിയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഓൺ ആക്കുമ്പോൾ ഞാൻ ഹോം കാണിച്ചു തരാം. ഇതിപ്പോ ഇതിന്റെ അതായത് നമ്മൾ വണ്ടിയുടെ ഇതൊക്കെ വോയിസ് കമാൻഡ് ആയിട്ട് വരും. ഇത് വണ്ടി ഷോറൂമിന്റെ വണ്ടി ആയതുകൊണ്ടാണ് ഫ്യൂവൽ ലോ. ഈ രീതിയിലാണ് ഇതിന്റെ സ്ക്രീൻ വരുന്നത്. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ കൺട്രോൾ മ്യൂസിക്സ് ഒക്കെ സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ബ്ലൂടൂത്തിന്റെ പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ AC വിൻഡ് ഈ രീതിയിലാണ് AC വിൻഡ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള AC ആണ് വന്നിട്ടുള്ളത്. നല്ല മാരുതി കാണുന്ന രീതിയിലുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതിന്റെ കൺട്രോൾസ് ഒക്കെ നമ്മൾ സാധാരണ മാരുതിയിൽ കണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺസ് ഒക്കെ ഇപ്പോൾ ഫാനിന്റെ സ്പീഡ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ കാര്യങ്ങൾ, പിന്നെ ഇത് സർക്കുലേഷൻ, AC ഓൺ ഓഫ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫ്രണ്ട് ഡിഫോഗർ, റിയർ ഡിഫോഗർ, അതുപോലെ തന്നെ ഇതിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ്ങിന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. 12 വോൾട്ട് 120 വാട്ട്സ് ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ USB ചാർജറും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ടാണ്, ബ്രഷ്ഡ് അലുമിനിയത്തിന്റെ ഫിനിഷിംഗ്. പിന്നെ ഇവിടെ ഡാഷ്ബോർഡ് നോക്കുകയാണ്, ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഷീസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സും വന്നിട്ടുണ്ട്. മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഡോർ പാഡും കാര്യങ്ങളൊക്കെ
വന്നിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ കാണിക്കാൻ പറ്റുന്നത് ഈ സ്പീക്കറാണ്, പറയാൻ പറ്റുന്നതാണ്, കാണിച്ചിട്ടില്ല. സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്യൂട്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. 5 സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സിന്റെ ഗിയർ നോബ് ഇവിടെ കാണാൻ പറ്റും. മാനുവൽ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരു കപ്പ് ഹോൾഡർ, അതുപോലെ തന്നെ ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സെന്റർ കൺസോളിലുള്ളത്. ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മാനുവൽ ആയിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഡിമ്മിങ് ആൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ ഒരു കൂളിംഗ് ഗ്ലാസ് ഹോൾഡറിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് ഈ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് സൺറൂഫിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പെയിൻ ആയിട്ടുള്ള സൺറൂഫ് വന്നിട്ടുണ്ട്. മാനുവൽ ആയിട്ടുള്ള ഷെയ്ഡും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സൺറൂഫും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പെയിൻ ആയിട്ടുള്ള സൺറൂഫാണ്, കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. സിംഗിൾ പ്രസ് തന്നെ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഫ്രണ്ടിലുള്ള കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് നേരെ പിന്നിലുള്ള കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. അപ്പൊ മുൻഭാഗത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഡോർ പാഡ് വന്നിട്ടുള്ളത്. മുൻഭാഗത്ത് കണ്ട രീതിയിൽ തന്നെ ഒരു പാറ്റേൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പവർ വിൻഡോയുടെ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ആംറസ്റ്റ് ഒക്കെ ക്ലോത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് പോകുകയാണെങ്കിൽ ഒരു ചെറിയ സ്പീക്കർ, അതായത് 4 സ്പീക്കറിൽ ഒരു സ്പീക്കർ ഇവിടെയാണ് ഇൻക്ലൂഡ് ആക്കുന്നത്. പിൻഭാഗത്ത് 2 സ്പീക്കർ, മുൻഭാഗത്ത് 2 സ്പീക്കർ, പിന്നെ ട്യൂട്ടർ. ഇങ്ങനെയാണ് ഇതിന്റെ സ്പീക്കറിന്റെ അറേഞ്ച്മെന്റ് ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള കാര്യങ്ങൾ നോക്കാം. ഉള്ളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ 198 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റ് ഫീൽ ചെയ്യും. പിന്നെ കയറിയിരിക്കാൻ അടിപൊളിയാണ്, നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് ഇരുത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഹെഡ് റൂമും ലെഗ് സ്പേസും ഒക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ലെഗ് സ്പേസും ഉണ്ട്. ചെറിയൊരു സെന്റർ ടണൽ വരുന്നുണ്ട്. പിന്നെ AC വിൻഡ്, റിയർ സൈഡിലേക്ക് AC വിൻഡും വരുന്നുണ്ട്. അങ്ങോട്ട് 3 പേർക്ക് ഇരിക്കാൻ കുഴപ്പമില്ല. ഈ രീതിയിലാണ് ഇതിന്റെ ഇരുത്തൊക്കെ വരുന്നത്. പിന്നെ ഹെഡ് റൂം ഒക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെഡ് റൂമും ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പിൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഇവിടെയാണ് ഇതിന്റെ എഞ്ചിൻ റൂമിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഇതൊന്ന് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ബോണറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബോണറ്റ് ആണ് വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, കാരണം നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു രീതിയിലുള്ള ഒരു ബോണറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എഞ്ചിന് പറയുകയാണെങ്കിൽ 1492 cc 4 സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. പവർ പറയുകയാണെങ്കിൽ 86 bhp ആണ് വരുന്നത്. ഞാൻ നേരത്തെ 89 പറഞ്ഞിട്ടുണ്ട്, 86 ആണ് ഇതിൽ വരുന്നത്. 5500 RPM വരുന്നത്. അതുപോലെ തന്നെ ടോർക്ക് വരുവാണെങ്കിൽ 121 Nm ടോർക്ക് 4300 RPM വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ്. 26 കിലോമീറ്റർ മൈലേജ് CNG-യിലും 17 കിലോമീറ്റർ മൈലേജ് പെട്രോളിലും കിട്ടുന്ന ഒരു വണ്ടിയാണ്. പ്രൈമറി ഫ്യൂൽ പറയുകയാണെങ്കിൽ CNG ആണ് പറയാം. സെക്കൻഡറി ആണ് പെട്രോൾ വരുന്നത്. അപ്പൊ ഇതിന് ഇത്രയാണ് ഇതിന്റെ എഞ്ചിൻ പറയുന്നത്. പിന്നെ ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല ഈ ഒരു 16 ഇഞ്ച് വീലിന്റെ ഇതൊക്കെ കൊണ്ടാണ് തോന്നുന്നത് നല്ല അടിപൊളിയായിട്ടൊരു ഫീൽ കിട്ടുന്നുണ്ട്. പവർ ലേഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറോൾ ക്വാളിറ്റി നോക്കുവാണ്, നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നല്ല അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്, മൈലേജ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ഓവറോൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു CNG ബ്രസയുടെ ഡീറ്റെയിൽസ് ഉള്ളത്. പിന്നെ ഈ ഒരു വണ്ടി നമുക്ക് ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മുട്ടിലുള്ള അരീന ഷോറൂമായ KBR കാർസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇയർ ബാഗ് വണ്ടികൾ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിക്കാൻ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിച്ചോ. കാരണം എന്ന് വെച്ചാൽ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ ആ ഒരു ഇയർ ബാഗ് വണ്ടികളുള്ളൂ. നല്ല രീതിയിലുള്ള ഓഫേഴ്സ് കിട്ടും. പിന്നെ ഇതിന്റെ ഓവറോൾ പ്രൈസ് പറയുകയാണെങ്കിൽ 14,88,000 ആണ് വിത്തൗട്ട് ഓഫർ ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങ് അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.